നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പല്ലവി മോളെയും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകരുതെന്ന്. എന്നിട്ട് കേട്ടോ നീ? കുഞ്ഞിനെന്തേലും സംഭവിച്ചിരുന്നെങ്കിലോ? ആരുത്തരം പറയും? പല്ലവിയുടെ കയ്യിൽ പേടിച്ച് പറ്റിപ്പിടിച്ചുറങ്ങിയ മിത്തുമോളെ ചൂണ്ടി രേവതി പറഞ്ഞു. എൻ്റെ രേവു, ഞാൻ കരുതിയോ ഇങ്ങനെ നടക്കൂന്ന്? പിന്നെ ടെൻഷൻ അടിക്കാനൊന്നും ഉണ്ടായില്ലല്ലോ. മിത്തുമോളെ കിട്ടിയില്ലേ നമുക്ക്? നിനക്കെല്ലാം കുട്ടിക്കളിയാ. നീ പല്ലവി മോളെ പറ്റി ഓർത്തോ? കുഞ്ഞിനെ കാണാതായെന്ന് കേട്ട നിമിഷം തന്നെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അവൾ. സ്വന്തം പെറ്റമ്മ പോലും ഉപേക്ഷിച്ച കുഞ്ഞിനെ അവൾ സ്വന്തമെന്ന് കരുതി നോക്കുന്നില്ലേ? പെട്ടെന്ന് കുഞ്ഞിനെ അവളിൽ നിന്നും നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും മോള്. അതിന് ഞാൻ ഇങ്ങോട്ട് വരും വഴി കാറിൽ വെച്ച് ഒരുപാട് തവണ സോറി പറഞ്ഞു പല്ലവിയോട്. തെറ്റ് തന്നെ പറ്റിപ്പോയി. ഇനി ആവർത്തിക്കാതിരുന്നാ പോരെ? എന്തായാലും ഇതിന് പിന്നാലെ വരുന്നത് എന്തായാലും നീ തന്നെ അനുഭവിച്ചോളണം, കേട്ടല്ലോ? അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞു കഴിഞ്ഞെന്ന്? കണ്ണൻ ഇതറിഞ്ഞ ഉണ്ടാവുന്നത് എന്തെന്ന് ഓർത്തു നോക്കിയോ നീ? അതിന് ഏട്ടൻ അറിയാൻ പോകുന്നില്ലല്ലോ. ഇന്ന് നടന്നതേ അവനറിയുന്ന ആരെങ്കിലും കണ്ടാൽ മതി, പിന്നെ പറയണ്ടല്ലോ. കാർത്തികൊന്നും മിണ്ടാതെ മൗനമായി തലതാഴ്ത്തി നിന്നു. അത് കണ്ടതും അർച്ചനയും സൂര്യയും പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു, അപ്പം നമ്മുടെ കാര്യത്തിലും തീരുമാനമായി. അർച്ചനയും സൂര്യയും പോകാനിറങ്ങിയതും അങ്ങോട്ടേക്ക് കർണൻ വന്നു. അവനെ കണ്ടതും അർച്ചനയ്ക്കും സൂര്യയ്ക്കും തങ്ങളുടെ പാതി ജീവൻ പോകുന്നത് പോലെ തോന്നി. കർണനെ കണ്ടതും ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നിന്ന് അവരെ കർണൻ തടഞ്ഞു. എന്തായാലും ഇനി ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ നിന്ന് പോയാൽ മതി, മനസ്സിലായോ? അത് കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവൻ പറയുമ്പോൾ രണ്ടുപേരും നിന്ന നിൽപ്പിൽ അവരെ നോക്കി തലയാട്ടി. കർണൻ മുകളിലേക്ക് നോക്കി അലർച്ചയോടെ വിളിച്ചു, കാർത്തിക. അവൻ്റെ അലർച്ച മുകളിൽ കേട്ടതും അവളുടെ കയ്യിലിരുന്ന ബുക്ക് പോലും വഴുതി താഴെ വീണു പോയിരുന്നു. ഈശ്വര, ഏട്ടൻ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവെന്ന് തോന്നുന്നു. ഞാനിനി എന്ത് ചെയ്യും? അവൾ പേടിയോടെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ടേയിരുന്നു. വീണ്ടും കർണൻ്റെ അലർച്ച മുഴങ്ങി. കാർത്തിക, നീയായി താഴേക്ക് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അവിടേക്ക് വന്നോ എന്ത് നടക്കുമെന്ന് അറിയാലോ അല്ലേ? അതുകൊണ്ട് മര്യാദയ്ക്ക് നീയായിട്ട് താഴെ വരുന്നതായിരിക്കും നല്ലത്. കാർത്തിക പേടിയോടെ താഴേക്ക് വരുമ്പോൾ അവളെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു കർണൻ അവിടെ. കാർത്തിക ഓരോ സ്റ്റെപ്പും പേടിയോടെ എടുത്തു വെക്കുമ്പോഴും കർണൻ്റെ സൗണ്ട് ഉച്ചത്തിൽ വീണ്ടും അവളുടെ പേര് ഉരുവിട്ടുകൊണ്ട് തന്നെയിരുന്നു. കാർത്തിക താഴെ വരുമ്പോൾ കാണുന്നത് ഒരു സൈഡിൽ കർണനെ പേടിച്ച് പതുങ്ങി നിൽക്കുന്ന അർച്ചനയെയും സൂര്യയുമായിരുന്നു. നീ ആരോട് ചോദിച്ചിട്ടാ ഇന്ന് പല്ലവിയെയും മിത്തുമോളെയും കൂട്ടി ഇവിടെ നിന്നും പുറത്തേക്ക് പോയത്? കർണൻ്റെ ദേഷ്യത്തിലുള്ള ആ ചോദ്യം കേട്ട് കാർത്തിക ഒന്നും മിണ്ടാതെ ഒരിടത്തായി കുനിഞ്ഞു നിന്നിരുന്നു. ഞാൻ നിന്നോടാ കാർത്തിക ചോദിക്കുന്നേ, ആരോട് ചോദിച്ചിട്ടാ നീ അവരെയും കൂട്ടി ഇവിടെ നിന്നും പുറത്തേക്ക് പോയതെന്ന്? കാർത്തിക തല ഉയർത്തി അവനെ നോക്കി. എന്നിട്ട് പേടിയോടെ മെല്ലെ പറഞ്ഞു, ആരോടും ചോദിച്ചിട്ടല്ല. എൻ്റെ ഇഷ്ടത്തിനാ ഞാൻ അവരെയും കൊണ്ട് പോയത്. എനിക്കറിയില്ലായിരുന്നു ഏട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ കരുതിയ കൂടെ. ബാക്കി അവൾ പറഞ്ഞു തീരും മുന്നേ ദേഷ്യത്തോടെയുള്ളൊരു നോട്ടം അവനിൽ നിന്നും അവൾക്ക് നേരെ ഉയർന്നതും അവൾ പകുതി വെച്ച് നിർത്തിയിരുന്നു. നിന്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ എൻ്റെ അനുവാദം കൂടാതെ എന്തും ചെയ്യാമെന്ന ധാരണ നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട. അങ്ങനെ എന്നെ ധിക്കരിക്കാൻ നോക്കിയാൽ പിന്നെ ഈ വീട്ടിൽ നീ കാണില്ല, അറിയാലോ നിനക്കെന്നെ. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോകുന്ന ഏട്ടനെ അവൾ പിന്നിൽ നിന്നും വിളിച്ചു. സോറി ഏട്ടാ, ഞാൻ വേണമെന്ന് വെച്ച്. മതി, ഇനി നീ ഒന്നും പറയണമെന്നില്ല. അതെന്നിരുന്നാലും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ മിത്തുമോളെ കൊണ്ടുപോയതാണെന്നൊക്കെ എനിക്കറിയാം. ആ ഒറ്റ കാരണം കൊണ്ടാ നിന്നെ ഞാൻ തല്ലാതെ വിടുന്നേ എന്ന് കരുതി എന്നും ഇതുപോലെ ഉണ്ടാവണമെന്നില്ല. തെറ്റ് ചെയ്യുന്നത് ആരായാലും അവരെ വെറുതെ വിടുന്ന ശീലം എനിക്കില്ലെന്നറിയാലോ അല്ലേ? അത്രയും പറഞ്ഞ ശേഷം അവൻ അർച്ചനയും സൂര്യയെയും നോക്കി. ജോലിക്ക് വന്ന ജോലി മാത്രം ചെയ്യണം, ഇല്ലാതെ അവിടെ നടക്കുന്നത് ഇവിടെ പറയുകയല്ല വേണ്ടേ? എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതേ നിങ്ങൾ രണ്ടും രണ്ട് പെൺകുട്ടികളായതുകൊണ്ടാ. ഓഫീസിൽ നല്ലൊരു പേര് നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെ പറ്റിച്ച് എന്തും ചെയ്യാമെന്ന ധാരണ ഉണ്ടെങ്കിൽ തെറ്റി. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ച പല്ലവിയുടെ ഫ്രണ്ട്സ് ആണെന്നും ഞാൻ നോക്കില്ല. എല്ലാത്തിനെയും എടുത്തു കളയും ഞാൻ. പിന്നെ അവരെ 3 പേരെയും തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം കണ്ണൻ അവിടെ നിന്ന് മുകളിലേക്ക് പോയിരുന്നു. മുന്നിലിരിക്കുന്ന ഡോക്ടർ മഹേശ്വരി ആകാംക്ഷയോടെ നോക്കി ചോദിച്ചു, ഡോക്ടർ, എൻ്റെ മകൻ, അവനെ എനിക്ക് പഴയ പോലെ കിട്ടുമല്ലോ അല്ലേ? തീർച്ചയായും. അതിൻ്റെ സൂചന എന്നോണമാണല്ലോ അവൻ നിങ്ങളെ അമ്മയെന്ന് വിളിച്ചു.
അനു ഇന്നില്ലെന്ന് അവൻ തന്നെ അലറി കരഞ്ഞ് നിങ്ങളോട് പറഞ്ഞതും. ഡോക്ടർ അത് പറയുമ്പോൾ മഹേശ്വരി കുറച്ചു മുൻപ് നടന്ന ആ സംഭവം മനസ്സിലേക്ക് കൊണ്ടുവന്നു. ദത്തൻ്റെ അരികിൽ തന്നെ കണ്ണുകളിറുക്കിയ ബെഡിൽ ചാരിയിരിക്കുമ്പോഴാണ് തൻ്റെ മകൻ്റെ അലറിയുള്ള നിലവിളി കേൾക്കുന്നത്. ബെഡിൽ അവനെ കാണാതെ വന്നത് മഹേശ്വരി താഴേക്ക് പാഞ്ഞു. അവിടെ കണ്ട കാഴ്ച അവരുടെ കണ്ണുകളിൽ ഈറൻ പടർത്തി. നെറ്റിപൊട്ടി ചോര വാർന്നൊലിക്കുന്ന തലയിൽ കരങ്ങൾ രണ്ടും ശക്തിയായി അമർത്തി പിടിച്ചുകൊണ്ട് തനിക്ക് മുൻപിൽ നിന്നും അടഞ്ഞു പോകുന്ന അവൻ്റെ കണ്ണുകളെ ഇറുക്കി തുറക്കാൻ ശ്രമിക്കുന്ന മകനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകി. അവർ ആദിയോട് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ പറ്റിയേ? എന്തിനാ ഈ മുറിവുണ്ടായേ? ആ ചോദ്യം ചെന്നു നിന്നത് അവർക്ക് ചുറ്റും നിന്നവരിലേക്കായിരുന്നു. കുഞ്ഞ് താഴേക്ക് വന്നത് ഞങ്ങൾ കണ്ടിരുന്നില്ല. എന്തോ ഒച്ച കേട്ട് നോക്കുമ്പോൾ അവിടെയുള്ള കല്ലിൽ തലയടിച്ച് കിടക്കുന്ന കുഞ്ഞിനെയെ കണ്ടത്. മഹേശ്വരിക്ക് അവരോട് ദേഷ്യപ്പെടാൻ തോന്നിയെങ്കിലും മുന്നിലെ തലയിൽ കരങ്ങൾ കൊടുത്തൊലിച്ചിറങ്ങുന്ന ചോരയിലും അവൻ അടഞ്ഞു പോകുന്ന കണ്ണുകൾ ഇറുക്കെ തുറക്കാൻ ശ്രമിക്കുന്ന മകനെ കാണും തോറും അവരുടെ ഹൃദയം നുറുങ്ങി. അവസാന ബോധം മറഞ്ഞ് അവൻ്റെ അമ്മയുടെ മടിയിലേക്ക് തന്നെ വീഴുമ്പോൾ അവൻ്റെ വായിൽ നിന്നും ഒന്നുച്ചരിച്ചിരുന്നു. അമ്മേ, എൻ്റെ അനു, അവൾ എന്നെ വിട്ടിട്ട് പോയമ്മേ. ഡോക്ടർ മുന്നിലെ മേശയിൽ ശക്തിയായി അടിച്ചത് മഹേശ്വരി ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. ഞാൻ പറയുന്നതിലൊന്നുമല്ലെന്ന് തോന്നുന്നു മഹേശ്വരിയുടെ ശ്രദ്ധ. ഞാൻ മോനെ പറ്റി ആലോചിക്കുമായിരുന്നു ഡോക്ടർ. താൻ ടെൻഷനാവാതെടൂ. അവനെ പഴയ പോലെ തന്നെ തനിക്ക് തിരിച്ചു കിട്ടും. ഒരിക്കൽ തലയ്ക്ക് ശക്തിയായി ഏറ്റ മർദ്ദനത്തിൽ അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അതുപോലെ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ അന്ന് നടന്ന ചില കാര്യങ്ങൾ അവനിൽ ഓർമ്മ വന്നിട്ടുണ്ട്. ചിലപ്പോൾ തലക്കേറ്റ വീഴ്ചയിലും അവനിൽ നിന്ന് മുതിർന്ന് വീണ ചോരയും അവനെ പഴയ സമ്പത്തിലേക്ക് കൊണ്ടുപോയെന്ന് വേണം പറയാൻ. എന്തായാലും അവൻ 3 മണിക്കൂർ കഴിഞ്ഞെണീക്കുമ്പോൾ അവൻ പഴയ ദത്തനായി ഉണരും. ഇല്ലെങ്കിൽ അവനെ തിരിച്ചു കിട്ടില്ലേ ഡോക്ടർ? എനിക്ക് കിട്ടും. പക്ഷേ അവൻ്റെ ഓർമ്മ ചെറുതായി മാത്രമേ അവനെ മുന്നിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുവെന്നാൽ ഇനിയും സമയമെടുത്തെന്ന് വരാം. ബട്ട് അങ്ങനെ ഉണ്ടാവരുതെന്ന എൻ്റെ ആഗ്രഹം. ഇനിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഈശ്വരനും. കണ്ണൻ വരുമ്പോൾ കാണുന്നത് കണ്ണുകൾ പൂട്ടിയുറങ്ങുന്ന മിത്തുമോൾ കരികിലിരിക്കുന്ന പല്ലവിയെയാണ്. കണ്ണനെ കണ്ടതും ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവനെ തന്നെ നോക്കി നിന്നു. അവൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ല. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മിത്തുമോളെയും കൊണ്ട് വന്നവളാണ്. കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. കാർത്തിക നിർബന്ധിച്ചപ്പോൾ എതിർക്കാൻ കഴിഞ്ഞില്ല. അവളോട് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്നെ വിളിച്ചു പറയണമായിരുന്നു. എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? അതോ അവളെപ്പോലെ എന്നെ ധിക്കരിക്കണമെന്ന് നിനക്കും തോന്നി തുടങ്ങിയോ? പല്ലവി നിറഞ്ഞ കണ്ണുകളോടെ കർണനെ നോക്കി. എന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവൻ്റെ കരങ്ങളിൽ അവളുടെ കരം ചേർത്തു. ഒരു നിമിഷം കണ്ണൻ അവളെ തന്നെ നോക്കി നിന്നു. എനിക്കാരുമില്ല. ആകെയുള്ളത് എൻ്റെ മിത്തുമോൾ മാത്രമാണ്. ജീവിതത്തിൽ എനിക്കെല്ലാമായിരുന്ന അച്ഛനെ എനിക്ക് നഷ്ടമായി. അമ്മ പണ്ടേ ഉപേക്ഷിച്ചു പോയി. ആകെയുള്ള ചേച്ചി പോലും സ്വന്തം സഹോദരിയെ തന്നെ വിൽക്കാൻ നോക്കുന്നു. ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ പോലും വഞ്ചിച്ചു. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ യൂസ് ചെയ്യാൻ നോക്കുന്നതെന്നറിഞ്ഞപ്പോൾ പതറിപ്പോയി. പിന്നെ ആരൊക്കെയോ ഇപ്പോഴും പിന്നാലെ തന്നെ ഉണ്ട്. ആരെന്നോ എന്തിനാണെന്നോ ആർക്കാണെന്നോ പോലും അറിയില്ല. അവരെൻ്റെ പിന്നാലെ എന്തിനു വരുന്നെന്ന്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തവൾക്ക് ഇങ്ങനൊരു ഫാമിലിയെ തന്നില്ലേ? സ്നേഹിക്കാൻ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ എല്ലാവരെയും. ഇതിനെല്ലാം ഞാൻ കടപ്പെടുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളോടാണ്. അന്നെന്നെയും മിത്തുമോളെയും ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചില്ലേ? സ്വന്തമല്ലായിരുന്നിട്ട് പോലും. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഞാൻ ധിക്കരിക്കുക? അങ്ങനെ ചെയ്ത ദൈവം പോലും പൊറുക്കില്ല എന്നോട്. ആദ്യമൊക്കെ രക്ഷകൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക് നിങ്ങളോട്. എന്നാൽ ഇന്നത് വാക്കുകൾക്കും അതീതമായി മറ്റെന്തോ ആണ് ഉള്ളിൽ. പ്രണയമാണോ അറിയില്ല, പ്രാണനാണോ നിങ്ങളൊന്നും അറിയില്ല. എന്നാൽ ഒന്നറിയാം, എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്ത പോലെ ഹൃദയത്തിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. ഈ ജീവിതം മുഴുവൻ ഈ നെഞ്ചിലെ ചൂടേറ്റ് ജീവിക്കാൻ ആഗ്രഹിച്ചു പോകുവാൻ ഞാൻ. എന്നോടിനി അങ്ങനെയൊന്നുമില്ലെങ്കിൽ തന്നെ ഒരിക്കലും ആട്ടിപ്പായിക്കാതെ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ഇതുപോലെ കഴിയാൻ എനിക്കും മോൾക്കും ഒരിടം തന്നാൽ മതി. അത്രയും പറഞ്ഞ് അവൻ്റെ കരങ്ങളിൽ പിടിച്ച് അവൾ കരയുമ്പോൾ അവളുടെ കണ്ണുനീർ അവനെ ചുട്ടുപൊള്ളിച്ചു. ആ നിമിഷം അവൻ്റെ മനസ്സിൽ എന്തെന്ന് ആർക്കും തന്നെ മനസ്സിലാവാത്ത ഭാവമായിരുന്നു. അവളെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ഉറക്കത്തിലും മിത്തുമോളുടെ ചുണ്ടിലൊരു ചിരി ഉതിർന്നു വീണു.
സുപ്രിയ അടിക്കടി കവിളിൽ ഐസ് പാക്ക് വെച്ച് വേദന കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കവിളിൽ നിന്നും സഞ്ജയുടെ അടിയുടെ പാടെപ്പോഴും പോയിരുന്നില്ല. അവിടം നീര് വന്ന് കല്ലിച്ച് നിൽപ്പുണ്ട്. പുറത്തെ കോളിംഗ് ബെൽ സൗണ്ട് കേട്ടതും മുന്നിൽ നിന്ന് സെർവന്റിനോട് ആരെന്ന് നോക്കാൻ കണ്ണു കാണിച്ചു. തിരികെ വന്ന സെർവന്റിന്റെ പിന്നിൽ നിന്നു നടന്നു വരുന്ന ആളെ കണ്ടതും സുപ്രിയയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഐസ് പാക്ക് അവിടെ വെച്ചിട്ട് ചാടി എഴുന്നേറ്റ് മുന്നേക്ക് വന്നു. കർണ, നീ ഇവിടെ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവസാനം നീ എന്നെ തേടി വന്നില്ലേ? ഐ ആം സോ ഹാപ്പി. എങ്ങനെ ഞാൻ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുമെന്നറിയില്ല. അത്രയും പറഞ്ഞ് കർണനെ സുപ്രിയ ഹഗ് ചെയ്യാൻ ആഞ്ഞതും അടി കിട്ടിയ അതേ കവളിൽ കർണൻ ആഞ്ഞടിച്ചു. സുപ്രിയയ്ക്ക് തലയ്ക്ക് ചുറ്റും വണ്ടുകൾ മൂളും പോലെ തോന്നി. ഒരു നിമിഷം അവൾക്ക് തന്നെ മനസ്സിലായില്ല എന്താണ് നടന്നതെന്ന്. അവൾ തല ഉയർത്തി കണ്ണനെ നോക്കിയതും അതേ കവളിൽ നേരത്തേക്കാൾ ശക്തിയായി അവൻ്റെ കരം പതിഞ്ഞു. സുപ്രിയ കവളിൽ വേദന കൊണ്ട് പുളഞ്ഞ് കരം വയ്ക്കുമ്പോൾ അവളുടെ വായിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി. ഒപ്പം സഞ്ജയുടെ അടി കൊണ്ടവൾ ഒന്നാടിയിരുന്ന പല്ല് കണ്ണനിങ്ങ് പുഷ്പം പോലെ എടുത്ത് അവളുടെ കരങ്ങളിൽ കൊടുത്തു. ചോരയ്ക്കൊപ്പം തൻ്റെ പല്ല് കൂടെ കണ്ടതും വെറുപ്പോടെ അവൾ അതിനെ നിലത്തേക്കിട്ടു. ഇങ്ങനെ പോയാ നിനക്ക് വായിലിന് പല്ല് കാണില്ല സുപ്രിയ. അതെല്ലാം ഈ എൻ്റെ അടി കൊണ്ട് തന്നെ പോകും, ഒപ്പം നിന്റെ ജീവനും. സുപ്രിയയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ഒച്ച വെച്ച് കരയാൻ പോലും. അവളുടെ ശബ്ദം പോലും നിലച്ചു പോകുന്ന രീതിയിലുള്ള അടിയായിരുന്നു കർണൻ്റേത്. നിന്റെ ശബ്ദം നിലച്ചു പോയല്ലേ? നല്ല വേദന തോന്നുന്നല്ലേ നിനക്ക്? അപ്പോൾ ആ കുരു നിന്റെ ശക്തിയിൽ പൊത്തിപ്പിടിച്ച് നിന്റെ കൈയാൽ ഞെരിച്ചപ്പോൾ എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ടാവും അവൾ എന്ന് പറഞ്ഞു ശക്തിയായി അവളുടെ കഴുത്തിന് പിടിച്ചാഞ്ഞു ഞെരിച്ചു. കർണൻ്റെ കരങ്ങളിൽ കിടന്നു ജീവന് വേണ്ടി സുപ്രിയ പിടച്ചിട്ടും അവൻ അവളെ പിടിവിടാതെ ശക്തിയായി വീണ്ടും മുറുക്കിക്കൊണ്ട് തന്നെയിരുന്നു. ഊർമിള വരുമ്പോൾ കർണൻ്റെ കരങ്ങളിൽ കിടന്നു പിടയുന്ന സുപ്രിയയാണ് കണ്ടത്. അവർ വേഗം ഓടി വന്നു. കണ്ണനെ അവളിൽ നിന്നും പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ ശക്തിക്ക് മുന്നിൽ അവർക്കൊന്നും ചെയ്യാനായില്ല. വിടടാ എൻ്റെ മോളെ, വീട്ടിൽ കയറി വന്ന് നെറിയേട് കാണിക്കുന്നടാ. കണ്ണൻ ദേഷ്യത്തിൽ മറുകരമുയർത്തി ഊർമിളയെയും കരണ താഞ്ഞൊന്ന് കൊടുത്തുകൊണ്ട് സുപ്രിയയിലെ പിടിവിട്ടു. സുപ്രിയ കഴുത്തിൽ കരങ്ങൾ ഊന്നി ശക്തിയായി കിതച്ചു പോയിരുന്നു. കർണൻ ഊർമിളയെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു, സ്വന്തം മക്കളെയും ഭർത്താവിനെയും സ്വന്തം സുഖത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞിട്ട് ഇതുപോലൊരു പന്ന മോൾക്ക് വേണ്ടി വാദിക്കാൻ എൻ്റെ മുൻപിൽ വന്നു നിൽക്കാൻ അല്പം പോലും നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കർണൻ അത് അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ വീണ്ടും അടികിട്ടിയ പോലെയായിരുന്നു. ഇതൊക്കെ അവനെങ്ങനെ അറിയാമെന്നതായിരുന്നു അവരുടെ മനസ്സിൽ ആ നിമിഷം ഉയർന്നു വന്ന ചോദ്യം. എന്നാൽ കർണൻ അവരിരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് രണ്ടു പേരോടുമുള്ള താക്കീത് പോലെ പറഞ്ഞു, ഇനിയും എൻ്റെയോ പല്ലവിയുടെയോ മിത്തുമോളുടെ പിന്നാലെ നീ വന്ന പിന്നെ ദേ നിനക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്ന ഈ സ്ത്രീക്കും നിന്റെ തന്തയ്ക്കും കണി കാണാൻ പിന്നെ നീ ഉണ്ടായെന്ന് വരില്ല. ദേ ആ കാണുന്ന ഭിത്തിയിൽ തൂങ്ങിയാട് നിന്റെ ഫോട്ടോ, അതെന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോളണം. ഇല്ല, ഇനിയോ ഇമാതിരി പരിപാടിയായിട്ട് മോളിറങ്ങിയാൽ പിന്നെ ഇപ്പം നിനക്ക് മുന്നിൽ നിൽക്കുന്ന കർണനായിരിക്കില്ല നിന്റെ മുൻപിൽ വരുന്നത്. ഞാൻ പോലും അടക്കി നിർത്താൻ പാടുപെടുന്ന എൻ്റെ മറ്റൊരു മുഖമുണ്ട്. വെറുതെ അതെന്നെ കൊണ്ട് എടുപ്പിച്ചാലേ പിന്നെ നടക്കുന്നത് എന്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓർത്താ നിങ്ങൾക്കൊക്കെ തന്നെ നല്ലത്. സഞ്ജയുടെ കാറിന് മുൻപിൽ കണ്ണൻ തൻ്റെ കാറ് കൊണ്ട് വട്ടം ചുറ്റി നിർത്തിയ ശേഷം ശരവേഗത്തിൽ പാഞ്ഞു വന്ന് സഞ്ജയുടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എടുത്തു നിർത്തി. പന്ന മോനെ, കളിച്ച് മിത്തുമോളെ വരെ എത്തിയല്ലേ നീ. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു, അവരെ നിനക്ക് കിട്ടില്ല. ഈ കർണൻ ജീവനോടെ ഉള്ളപ്പോൾ അതിന് സമ്മതിക്കില്ല ഞാൻ. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ. ഞാൻ മോഹിച്ചതെന്തും സ്വന്തമാക്കിയ ചരിത്രമേ ഉള്ളൂ ഈ സഞ്ജയ്ക്ക്. പല്ലവിയെ ഞാൻ നേടുകയും ചെയ്യും. മിത്തുമോളെ എന്നേക്കുമായി ഞങ്ങൾക്കിടയിൽ നിന്നും തുടച്ചു നീക്കുകയും ചെയ്യും. അതിന് അതുവരെ നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. പേടിപ്പിക്കുക നീ എന്നാ കേട്ടോ, പല്ലവി എനിക്കുള്ളതാ. നീ അവളെ കെട്ടിപ്പൊറുപ്പിച്ചിരിക്കുവൊന്നും അല്ലല്ലോ. നിന്റെ വീട്ടിലൊരു അഭയാലുവായി താമസിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളിൽ നിനക്കോ നിന്റെ വീട്ടുകാർക്കോ യാതൊരു അവകാശവുമില്ല. എന്നാൽ അവളിൽ അവകാശമുള്ളവരാൾ അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നെന്ന് സമ്മതപത്രം എഴുതി തന്നിട്ടാ പോയേ അവളുടെ ചേച്ചി പവിത്ര. ആ ഒരൊറ്റ കടലാസ് മതി അവളെ നിന്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. കാണണോ അത്? അവൾ എൻ്റെ വീട്ടിൽ വരുന്നത് എങ്ങനെയെന്ന്? ഇന്ന് സമയം 2:30. നാളെ രാത്രി കൃത്യം 8 മണിക്ക് തന്നെ അവൾ എനിക്കൊപ്പം എൻ്റെ വീട്ടിൽ കാണും. തടയാൻ പറ്റുമെങ്കിൽ നീ കാണിക്ക്
തൻ്റെയുള്ള ആണായിട്ട് തന്നെ. അത്രയും പറഞ്ഞ് കർണൻ്റെ കരങ്ങൾ തട്ടിമാറ്റി മുന്നോട്ട് നടന്ന സഞ്ജയെ കർണൻ തടഞ്ഞു നിർത്തി. എന്നാ കേട്ടോ, നീ എന്നല്ല നിന്റെ തന്ത വിചാരിച്ചാൽ പോലും അവളെയും കുഞ്ഞിനെയും അവിടുന്ന് കൊണ്ടുപോകാന്ന് കരുതണ്ട. ഇത് കർണൻ്റെ വാക്കാ.